മൈക്ക് ചെക്കിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് അല്ലേ? തേർഡ് ഡേ അല്ലേ? ഇന്ന് അബുദാബി യാ നമ്മൾ ദുബായിലെ ഗുഡ് മോർണിംഗ് ആണ്. ആൻഡ് നമ്മൾ ഇന്ന് അബുദാബിയിലാണ് പോകുന്നത്. ഇവിടെ ഒരുവിധം എന്താ ഒരു മഴയുടെ ടൈപ്പ് ഒരു ക്ലൈമറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു റെയിനി മൂഡ്. എനിക്കത് രാവിലെ മഴ പെയ്തെന്ന് തോന്നുന്നു. പുറത്തിറങ്ങിയപ്പോൾ മൊത്തം നനഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു. കാറ്റൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥ, നല്ല ടൂർ മൂഡ് തന്നെ ഉള്ളൊരു കാലാവസ്ഥ. ചൂടും ഇല്ല, തണുപ്പും ഇല്ല, നല്ലൊരു ഇളം കാറ്റോടു കൂടിയുള്ളൊരു തണുപ്പ്. ഇളം കാറ്റൊന്നുമില്ല, ഇച്ചിരി നല്ല തണുത്തുള്ള കാറ്റ് തന്നെ. ഏതെങ്കിലും കാറ്റായ പോരെ. സോ ഇന്ന് നമ്മൾ അബുദാബിയിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്കൊരു 2.5 hours എങ്ങാണ്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങ് വരെ. ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ടൂർ പാക്കേജ് വിടുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് വണ്ടിക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട്. അവരെ ഞങ്ങളെ വണ്ടിക്കകത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷെ അവർ നല്ല കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ അവരോട് ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഇൻട്രോ എടുക്കുന്നതുകൊണ്ട് അവരങ്ങോട്ട് മാറി നിൽക്കുക. അവരും പക്ഷേ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രക്കാരാണ്. അവർ മഹാരാഷ്ട്ര ഫാമിലിയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടു അമ്മ ബാക്കിലോട്ട്. ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം. അതെ അതെ, മാത്രമേ ഈ ഔട്ട്ഫിറ്റുകളൊക്കെ വരുള്ളൂ. അല്ലാത്തപ്പോൾ വെറും കൂത്തറ ഡ്രസ്സൊക്കെ ഇട്ടാ നടക്കുന്നത്. അപ്പൊ നമുക്ക് അബുദാബി ലെറ്റ്സ് ഗോ. അബുദാബി വിശേഷങ്ങളുമായിട്ട് വീണ്ടും വ്ലോഗ് തുടരും. അപ്പം അബുദാബിയിൽ കാണാം. ഓക്കെ. ഇൻട്രോയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ദുബായിൽ നിന്ന് നമ്മൾ അബുദാബിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 2 മണിക്കൂറുണ്ടെന്നാണ് നമ്മളോട് കയറിയപ്പോൾ തന്നെ പറഞ്ഞത്. കാറ്റടിച്ചതും എൻ്റെ അവന്തി മോളത് ഇങ്ങനെയായി മാറി. രണ്ടാളും ഇങ്ങനെ തന്നെയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ മതി, രണ്ടാളും ഭയങ്കര ഉറക്കമാണ്. അത് എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഉറക്കമാണെന്നിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊന്നും കാണാൻ രണ്ടാളും എനിക്കറിയില്ല. आपके पासपोर्ट्स आपके पास होने चाहिए. अगर पासपोर्ट नहीं है तो उसकी पिक्चर खोल के रखिएगा, क्योंकि वहाँ पर जब आपकी रजिस्ट्रेशन होगी. നമ്മളെ ഒരു ഫസ്റ്റ് കൊണ്ടുപോയത് ടെമ്പിളിലായിരുന്നു. ബാപ്സ് ടെമ്പിൾ എന്ന് പറയുന്ന അബുദാബിയിലുള്ളൊരു ടെമ്പിളിലായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് കൊണ്ടുപോയത്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അബുദാബി എത്തിയിട്ടുണ്ട്. ആൻഡ് ഭയങ്കര കാറ്റ്. എന്താ ഇവിടെ ഫസ്റ്റ് വിസിറ്റ് ഒരു ടെമ്പിൾ വിസിറ്റാണ്. നമ്മൾ എൻട്രി ചെയ്യാൻ പോവുക. അധികം ആളൊന്നുമില്ല. മേ ബി ഫസ്റ്റ് ആയതുകൊണ്ടായിരിക്കും, നേരത്തെ ആയതുകൊണ്ടായിരിക്കും. അമ്മ എന്തിച്ചോ നടന്നു പോകുന്നുണ്ട്. ഇതോ കാണുന്നില്ലേ, അതാണ് ടെമ്പിൾ. നമ്മൾ മോദിയാണിത് വന്ന് ഉദ്ഘാടനം ചെയ്തത്, ബാപ്സ് ടെമ്പിൾ. അമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് പരിശോധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് മൊബൈൽ മാത്രമേ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മൊബൈലുമായിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ സെൽഫി സ്റ്റിക്കും പിന്നെ മൈക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തിരിച്ച് വണ്ടിയിൽ കൊണ്ടുവന്ന് വയ്ക്കേണ്ടി വന്നു. അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചെരുപ്പും ഒക്കെ വയ്ക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് ചെരുപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അവിടെ തന്നെയാണ് പൂക്കളൊക്കെ വിൽക്കുന്ന സ്ഥലവും. അപ്പം ഞാൻ കുറച്ച് മുല്ലപ്പൂവും കുറച്ച് റോസാപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോർമലി ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ കുറച്ച് പൂക്കളൊക്കെ വാങ്ങി അമ്പലത്തിൽ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അമ്പലത്തിൽ കൊടുത്തു. അപ്പം ഞങ്ങൾ 3 പേരും മേളിലെത്തി അമ്പലത്തിനകത്തോട്ട് കയറാനായിട്ട് പോകാൻ. അപ്പം ഇത് മുകളിൽ നിന്നിട്ട് പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പള്ളിയുള്ളത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഒരു ഫുള്ള് വ്യൂ ആണ്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അപ്പോൾ അതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദം 2 ആളും വാങ്ങി, ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പോൾ ഞങ്ങൾ 3 പേര് ടെമ്പിളിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു യാഷ് മോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു മോളിലാണ് കൊണ്ടുവന്ന് വിട്ടത്. അവിടെ ഒരു 2.25 മണിക്കൂറായിരുന്നു നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ അമ്പലത്തിലൊക്കെ കയറി അതിൻ്റെ അടുക്കണ്ട. പിന്നെ ഇനി ഇപ്പം നമ്മുടെ അബുദാബിയിലൊരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു മോളിൽ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണ്. യാഷ് മോളിൽ 2.25 മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ കൂടാതെ
ഫെറാറി വേൾഡ് അപ്പുറത്തുണ്ട്, അപ്പുറത്തും മോളും. ഞങ്ങൾ വേറൊരു സ്ഥലത്തിലോട്ട് പോകാനായിട്ട് പോവാണ്. നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യും ഇത്. അതെ, നല്ലത് നോക്കട്ടെ, അതെ, ശേഷം പറയാം. യാ. അപ്പോൾ ഫെറാറി വേൾഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻട്രി ടിക്കറ്റ് എടുത്തവർക്കാണ് ഫെറാറി വേൾഡിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഫെറാറി വേൾഡിൽ പോകാനായിട്ട് എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ മോളിനകത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. നല്ല വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഗൈസ് ഇവിടെ. നമ്മൾ ഫുഡ് കോർട്ട് തപ്പിയുള്ള യാത്രയിലാണ്. ലച്ചും ഫുഡ് കോർട്ട് തപ്പി നടന്ന് പോകുന്നുണ്ട്. ഞാനും പുറകിൽ നടന്ന് പോകുന്നുണ്ട്. ഇത് ഭയങ്കര സൈലൻറ്റ് ഒരു മോള്. ഇത് അബുദാബിയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോളാണെന്ന് പറഞ്ഞത്. ബട്ട് എന്നാലും ഭയങ്കര സൈലൻറ്റ്. ഇങ്ങനെ നടന്ന് പോയി എല്ലാം നോക്കുന്നു, കണ്ടുപിടിക്കുന്നു. നോക്കാം. യാഷ്മാറിനകത്തുള്ള ഫുഡ് കോർട്ട് ഞങ്ങൾ ഫൈനലി കണ്ടുപിടിച്ചു. അപ്പം മോള് പോയി ആവശ്യമുള്ളത് ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ഖത്തറിന് പോയതിന് ശേഷം പിസ്സ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. അവർക്ക് രണ്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ തന്നെ ഓർഡർ ചെയ്തു. അപ്പം പിസ്സ കൊണ്ടുവന്ന് അപ്പോൾ രണ്ടാളും ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോസും കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാളും കഴിക്കുന്നതൊക്കെ നോക്കി ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഒരു 2.25 മണിക്കൂർ ആ ഒരു മോളിനകത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ വന്ന് പിക്ക് ചെയ്തു. അതിനുശേഷം അബുദാബി സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ പേരെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു ഇത് ഒരു പോർട്ടിൻ്റെ ആ ഒരു ഏരിയ ഭാഗത്താണിത് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി നമ്മളെ പോർട്ടിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. കാരണം കുറേ ആൾക്കാർക്കൊക്കെ ഡേറ്റ്സും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദുബായ് കുനാഫെ ചോക്ലേറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇത് അബുദാബിയിലെ പോർട്ടാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ബീച്ചിലാണ് പോയത്. കോർണിഷ് ബീച്ചിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ ഇറക്കി വിട്ടത് അവർ. തണുപ്പ് കാരണം ഞങ്ങൾക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും തണുപ്പായിരുന്നു. അവന്തിക്കും ദച്ചുവിനും സംസാരിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. തണുത്തിട്ട് രണ്ടാളും കിടുകിടാ വിറക്കുകയായിരുന്നു. അപ്പം ഈ അബുദാബിയിലെ കോർണിഷ് കാണുമ്പോൾ ശരിക്കും ദോഹയിൽ കോർണിഷിലെ സെയിം തന്നെയാണ്. എങ്ങനെയാണോ ഖത്തറിലെ ഉള്ളത് അതുപോലെ തന്നെയാണ് അബുദാബിയിലും ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇത് എമിറേറ്റ്സ് പാലസ് ആണ് അബുദാബിയിലുള്ള. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, അതിനകത്തൊന്നും കയറാനൊന്നും പറ്റില്ല. അപ്പം നമ്മളും അവിടെ പോയി ഇതൊക്കെ കണ്ടു. അപ്പോൾ ഏകദേശം സൺസെറ്റൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെയാണ് ലാസ്റ്റ് അബുദാബിയിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചതിന് ശേഷം അവിടുന്ന് ഈ ഭാഗമൊക്കെ ദോഹയിലുള്ളവർക്ക് കാണുമ്പോൾ തോന്നും ഇത് ദോഹ തന്നെയാണോ അതോ അബുദാബിയാണോ എന്നുള്ളത്. അത്രയും സിമിലാരിറ്റിയാണിത്. പിന്നെ നമ്മൾ പോയത് ലോകത്തിലെ ഏറ്റവും വലിയ മോസ്ക് ഉള്ള അബുദാബിയിലുള്ള മോസ്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമേ അതിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. എന്തായാലും എത്ര നടന്നിട്ടായാലും ഞാൻ അതിനകത്ത് കയറി. എന്തായാലും ഈ പുണ്യ റമദാൻ മാസത്തിൽ എനിക്ക് ഈ ഒരു മോസ്കിൽ പോകാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അബുദാബി വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം.